എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയൂ. നിങ്ങൾ വടി വിട്ട് നിർത്തുന്ന കാര്യം. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയൂ. നിങ്ങൾ വടി വിട്ട് നിർത്തുന്ന കാര്യം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയൂ. നിങ്ങൾ വടി വിട്ട് നിർത്തുന്ന കാര്യം. ഇപ്പോൾ ഇതാ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് പ്രതികരണമുണ്ടോ? നിങ്ങൾക്ക് ന്യൂസ് പോകണമെന്നിട്ട് വാതിലടക്കല്ലോ. എന്റെ പൊന്നെണ്ണ, ഇങ്ങനെയൊന്നും നോക്കല്ലേ, ഭസ്മമായി പോകും. തോറ്റ് തുന്നം പാറിയതിന്റെ വേദന നന്നായിട്ടുണ്ടെന്നറിയാം. പോരാഞ്ഞതിന് സതീശൻ ഇങ്ങനെ കേറി മെയ്യല്ലേ, അതിന്റെ വേദനയുണ്ട്. പിന്നെയോ തീർത്താ തീരാത്ത വേദനയാ. ഒരു ഭാഗത്ത് ജയരാജനും ശ്രീമതിയും ശൈലജയൊക്കെ പിന്നിൽ നിന്ന് കുത്താനും തുടങ്ങിയിരിക്കുന്നു. വലിയ വേദനയുണ്ട്, വലിയ സങ്കടമുണ്ട്, വലിയ അരിശുണ്ട്. അറിയാം, മാധ്യമങ്ങള് നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയ ആളുകൾ തന്നെയാ, നിങ്ങളെ കൊണ്ടു നടന്ന ആളുകൾ തന്നെയാ. ആ ആളുകള് ഒരു മൈക്കുമായി വരുമ്പോഴേക്കും ഇങ്ങനെയൊന്നും നോക്കി ഭസ്മമാക്കല്ലേ മിസ്റ്റർ വിജയൻ. വല്ലാത്തൊരു നോട്ടമാണല്ലോ. പിണറായി വിജയന്റെ കലിപ്പ് തീരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ തെരഞ്ഞെടുപ്പിലും അത്രമാത്രം പിണറായി വിജയൻ ആഗ്രഹിച്ചതാ, അത്രമാത്രം കൊതിച്ചതാ. ആ മുഖ്യമന്ത്രി കസേര അത് അവിടെ തന്നെ ഉണ്ടാകണം എന്ന് അത്രമാത്രം ആഗ്രഹിച്ചതാ. കാരണം വിജയൻ അറിയാമായിരുന്നു, ആ കസേര നഷ്ടപ്പെടുന്ന നിമിഷം മുതൽ തന്നെ പലതും വേട്ടയാടുമെന്നുള്ളത്. ആ വേട്ട തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിജയന് നന്നായിട്ട് അറിയാം. മറ്റാർക്ക് ബോധ്യമില്ലെങ്കിലും പിണറായി വിജയൻ അറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, താൻ എന്തൊക്കെ നേരിടേണ്ടി വരുമെന്നുള്ളത് പിണറായി വിജയന് നല്ല ബോധ്യമുണ്ട്. മറ്റാരെക്കാളും പിണറായി വിജയൻ എല്ലാം പുറത്തു പറയാൻ പറ്റുമോ? ആ മനുഷ്യന്റെ ഉള്ളിങ്ങനെ കിടന്ന് പുകയുകയാ, നീറുകയാ, ഉള്ളിൽ കിടന്നിങ്ങനെ കത്തിജ്വലിക്കുകയാ. മനസ്സിലായില്ലേ? അഹങ്കാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ, അധികാരം എന്ന് പറയുന്ന ധാർഷ്ട്യത്തിന്റെ, സ്വച്ഛാധിപതിയുടെ വല്ലാത്തൊരു അഹങ്കാരായിരുന്നു. ആരെന്ത് ചോദിച്ചാലും കട്ടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോദിക്ക്, വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയരുത്. ഇപ്പോഴും അത് തന്നെയാ അവസ്ഥ. മാറ്റമൊന്നുമില്ല. മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഉള്ളിൽ കിടന്ന് പല കാര്യങ്ങളും അങ്ങനെ വെന്ത് നീറുകയാണ്. ഇപ്പൊ വിഴിഞ്ഞം തുറമുഖ പദ്ധതി, ആ പദ്ധതിയില് MSCയുടെ അദാനി ഗ്രൂപ്പും MSC കമ്പനിയും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും തമ്മില് ഒരു എന്താ പറയേണ്ടത്, ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വന്നപ്പോ അത് വി.ഡി. സതീശനെ ഒന്ന് ചാക്കിട്ട് പിടിക്കാമെന്ന് കരുതിയിട്ടാണ് പിണറായി വിജയൻ അതുകൊണ്ട് ഇറങ്ങിയത്. പക്ഷെ സതീശൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. സതീശൻ ഒരൊറ്റ ചോദ്യം, നിങ്ങൾ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ? തീർന്ന്. ആ ചോദ്യം വന്നതോടുകൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ മീറ്റിംഗ് കഴിഞ്ഞ്, മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് വാർത്താ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സതീശൻ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യം ഉന്നയിച്ചതിൽ പിന്നെ അതിനുശേഷമാണ് നിങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്തെങ്കിലും ചർച്ച അദാനിയുമായിട്ടോ MSCയുമായിട്ടോ നടത്തിയിരുന്നോ? എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം നിങ്ങൾക്കറിയോ എന്നുള്ള ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വെളിപ്പെടുത്തണം എന്നുള്ള ആവശ്യം വി.ഡി. സതീശൻ ഉന്നയിച്ചതിന് ശേഷമാണ് E.P. ജയരാജൻ കാലുമാറിയത്.
അതിനുശേഷമാണ് ശൈലജ കാര്യം മാറിയത്. അതിനുശേഷമാണ് PK ശ്രീമതി കാര്യം മാറിയത്. സതീശൻ അത് ചോദിച്ചപ്പോ നിങ്ങള് ജയ് ഭീം എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലെ? ജയ് ഭീം എന്ന് പറയുന്ന സൂര്യ നായകനായിട്ട് ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ സിനിമയിലെ ഒരു കോട്ട് സീനുണ്ട്. ആ സീനില് സാക്ഷികളെ, ഡോക്ടറെയും മറ്റുള്ളവരെയും വിസ്തരിച്ചതിന്റെ ആദ്യഘട്ടത്തില് കേസ് എന്തെങ്കിലും റെലവെന്റ് ആയ ക്വസ്റ്റ്യൻ ഉണ്ടോ ചന്ദ്രു എന്ന് സൂര്യയുടെ കഥാപാത്രത്തോട് ജഡ്ജി ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയുമ്പോ പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട് ഇത് ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പറയുന്നിടത്ത് നിന്ന് SP വിസ്തരിക്കണമെന്ന് സൂര്യ പറയുമ്പോ ഈ പറയുന്ന വിസ്താരം കഴിയുമ്പോ കോർട്ട് റൂമിലുണ്ടായ മറ്റൊരു അഭിഭാഷകൻ, ആ അഭിഭാഷകൻ മറ്റൊരു അഭിഭാഷകനോട് പറയുന്നുണ്ട് അഡ്വക്കേറ്റ് ചന്ദ്രു ഈസ് എ ബ്രില്യന്റ് അഡ്വക്കേറ്റ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ തെളിവുകൾ നേരത്തെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന്. അത് തന്നെയാണ് ഇപ്പൊ സതീശന്റെ ആ സീനാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടോ ഇതിന്റെ ഈ ക്ലിപ്പൊക്കെ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോ ആ ഒരു സീനാണ് ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വരുന്നത്. സതീശൻ പിണറായിയോട് ചോദിക്കുമ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ നടന്നിരുന്നോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോ ഓൾറെഡി പിണറായി വിജയനും അദാനിയും MSCയും നടത്തിയ ചർച്ചയുടെ ഡീറ്റെയിലുകൾ സതീശന്റെ കൈവെള്ളയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാ. അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശരി, അത് പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആ വിഷയത്തിൽ ഒരു കമ എന്നൊരു അക്ഷരം മിണ്ടാൻ പിണറായി വിജയനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാ. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്രമാത്രം കലിപ്പാകുന്നത്, ഇത്രമാത്രം രോഷാകുലനാകുന്നത്. സതീശന്റെ ഒരൊറ്റ ചോദ്യം പിണറായി വിജയന്റെ പ്രഷർ ഇത്രമാത്രം ഹൈ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കാരണം ഈ വേലിയിലിരുന്ന പാമ്പ് പിണറായി വിജയന്റെ കഴുത്തിൽ ചുറ്റാൻ പോവുകയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ വേലിയിരുന്ന പാമ്പ് ഏതായിരുന്നു? വിഴിഞ്ഞം, അദാനി, MSC. ഈ പാമ്പുകള് സതീശന്റെ കഴുത്തിലല്ല ചുറ്റാൻ പോകുന്നത്, അത് പിണറായി വിജയന്റെ കഴുത്തിലാണ് ചുറ്റാൻ പോകുന്നത്. പിണറായി വിജയൻ നോക്കുമ്പോ എല്ലാം കൊണ്ടും തിരിച്ചടിയാ. അതിനിടയിലോ എന്തെങ്കിലും പറഞ്ഞാല് അതും വലിയ പ്രശ്നമാണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും സതീശൻ മാത്രമല്ല മറുപടി പറയുന്നത്, കൂടെ നിൽക്കുന്നവൻ പിന്നിൽ നിന്ന് കുത്തുകയാണ്. കൂടെ നിന്നവൻ, ഇത്രയും കാലം കൂടെ നിന്നവൻ തള്ളിപ്പറയാ. EP ജയരാജൻ തള്ളിപ്പറയുന്നു, ശൈലജ തള്ളിപ്പറയുന്നു, PK ശ്രീമതി തള്ളിപ്പറയുന്നു. അങ്ങനെ എല്ലാവരും തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും തള്ളോട് തള്ളാണ്. ആകെ കൂടെ നിൽക്കുന്നത് ഗോവിന്ദനാ, ഗോവിന്ദനും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ കോട്ടയത്ത് DYFIയുടെ ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോ അതില് ഈ പറയുന്ന വിജയനെയും ഗോവിന്ദനെയും കൃമികീടങ്ങൾ വലിച്ചു കീറി എന്നാണ് പറയുന്നത്. വലിച്ചു കീറി. കൂട്ടത്തില് പിണറായി വിജയന്റെ കുഴലൂത്തുകാരനായ ഡബിളെ റഹീമിനും കിട്ടി എന്നാ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ദേഷ്യം വരില്ലടോ. കലിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് സൈസ് കലിപ്പായിരിക്കും? ആ പണ്ട് മറ്റേ ബ്രണ്ണൻ കോളേജില് മറ്റേ RSSകാരുടെ വടിവാളുകൾക്കിടയിലൂടെ നടന്നു നീങ്ങിയ പിണറായി വിജയനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കാണായിരുന്നു. ഇന്ന് പ്രായമൊക്കെ തളർത്തി വളഞ്ഞുപോയി പിണറായി. ആ ഒരു പ്രസരിപ്പൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണരുത്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ കൊങ്ങക്ക് പിടിച്ചതന്നെ പിണറായി വിജയൻ. അത്രമാത്രം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത്. മനസ്സിലായില്ലേ? ഇതിപ്പോ ഇടിവെട്ടിയോനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു ഭാഗത്ത് വിഴിഞ്ഞം, മറുഭാഗത്ത് എക്സാലോജിക്ക്, CMRL, മാസപ്പടി, വീണ, വിവേക്, ഒന്നും പറയണ്ട. തിരിയാനും മറിയാനും പറ്റുന്നില്ല. ഇന്നലെ പിണറായില് ഈ മാസപ്പടി വാങ്ങിയതിൽ നിന്ന് ആ പണം വന്നല്ലോ, ആ പണത്തിൽ നിന്ന് പിണറായിലെ വീടിനടുത്ത് തന്നെ ഒരു ഭൂമി വാങ്ങിയിട്ടുണ്ട് വീണയുടെ പേരിൽ. അവിടെയും വന്ന് താലൂക്കിൽ പോയി നികുതി അടച്ച രസീതും രജിസ്റ്ററും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആധാരവും അടിയാധാരവും ഒക്കെ ഇടി പരിശോധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് കയ്യിൽ നിന്ന് പോവുകയാണല്ലോ. മുഖ്യമന്ത്രി കസേര കയ്യിൽ നിന്ന് പോയതിനേക്കാൾ വേഗത്തിലാണ് താൻ ഉണ്ടാക്കിയതും വെട്ടിപ്പിടിച്ചതും ഒക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മറ്റാരെക്കാളും നന്നായിട്ട് പിണറായി വിജയൻ അറിയാം.
അപ്പോ ആ ഒരു വിഷമം മൂപ്പരെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്താ ഇതിനൊക്കെ കാരണം? ഇതിന് കാരണം ഒരൊറ്റ കാര്യ, മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി എന്നുള്ളത്. ഇറങ്ങിയതല്ല, ജനം അടിച്ചിറക്കിയതാണ്. അതിന്റെ ഒരു കലിപ്പുണ്ട്. കലിപ്പ് എന്ന് പറയും. നിങ്ങൾ നോക്കി എന്നാ നോട്ടാണോ നോക്കുന്നേ? മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ട് ഇതിപ്പോ ഞാനും നിങ്ങളാണെങ്കിലും നമുക്കും വരും ദേഷ്യം. കാരണം വെട്ടിപ്പിടിച്ചതൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോവുക, കൂടെ നിന്നവർ പിന്നിൽ നിന്ന് കുത്തുക. MSC കാരനും അദാനിയും നൽകിയ കമ്മീഷൻ അടക്കം പുറത്തേക്ക് വരിക. തിരുവനന്തപുരത്തെ AKG സെന്റർ നിർമ്മാണം, കണ്ണൂരിലെ അഴീക്കോടൻ സ്മാരക മന്ദിര നിർമ്മാണം എല്ലാം അദാനിയുടെ സഹായഹസ്തം, കൈ സഹായമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോന്നോരോന്ന്. എന്താ ഇതൊക്കെ സംഭവിക്കാനുണ്ടായത്? സതീശന്റെ ഒരൊറ്റ ചോദ്യം. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കസേരയിൽ ഇരുന്നപ്പോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വെളിപ്പെടുത്തണം. ഉണ്ടെന്നും പറയാൻ പറ്റൂല, ഇല്ലെന്നും പറയാൻ പറ്റൂല. ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ട് സതീശനെ പിടിക്കാൻ വേണ്ടി ഇട്ട ബല സ്വന്തം തലയിലാവും. ഇനി ഇല്ലെന്ന് പറഞ്ഞാലോ സതീശൻ ഡീറ്റെയിൽ പുറത്തേക്ക് വിടും. എങ്ങനെ ആയാലും പെട്ട്. മനസ്സിലായില്ലേ? മതിലിച്ചിട്ടാണെങ്കിൽ ഇറക്കാനും വയ്യ, കഴിച്ചിട്ടാണെങ്കിൽ തുപ്പാനും വയ്യ എന്ന് പറഞ്ഞതുപോലെ വല്ലാത്തൊരവസ്ഥയാ. ആകെപ്പെട്ട് കിടക്കുക. സതീശന് ഈ ഡീറ്റെയിൽസ് കയ്യിൽ വെച്ചിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. പിണറായി വിജയൻ എന്ത് പറയുമെന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. എന്ത്? മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇതിന് മറുപടി പറയാൻ പറ്റില്ല. പറഞ്ഞാ പെട്ടുപിടിച്ചേൻ 8 നിലയിൽ പെടും. അത് വിജയന് നന്നായിട്ട് അറിയാം, മറ്റാർക്ക് അറിഞ്ഞില്ലെങ്കിലും. അതുകൊണ്ടാണ് ഇത്രമാത്രം കലിപ്പെന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെ കൈരളിക്കാരന്റെ മൂലം കടച്ചിൽ എന്തായിരുന്നു? പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ആരും കൊടുക്കുന്നില്ല എന്ന്. ഇന്നിപ്പോ കൊടുക്കാൻ പോയപ്പോ എനിക്ക് പറയാനില്ലടോ. ഏത് രാമൻകുട്ടി അവന് തിന്നാൽ എന്താ? ഇന്നസെന്റിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വല്ലാത്തൊരു അവസ്ഥയാണ്. അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് പിണറായി വിജയൻ അത് ഒന്നാമത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ കാരണം ഈ പറയുന്ന മകള് അധികാരം കൊണ്ട് കിട്ടി, രണ്ടാമത് കിട്ടിയില് എല്ലാം പണിപാളി. രണ്ടാമത് കിട്ടിയപ്പാട് പറഞ്ഞത് ഈ കെട്ടിയോന് സാധാ MLA പോലെ മന്ത്രിയാകണം, എന്റെ സ്റ്റാറ്റസിന് ഒക്കണം. അങ്ങനെ ആക്കിയപ്പോ ഇവിടുന്ന് പൈസ വരണം. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എന്ത്? IT വകുപ്പും ഈ മലിനീകരണ വകുപ്പും മറ്റ് മന്ത്രിമാരുടെ കയ്യിലുണ്ടായിരുന്നത് പിണറായി വിജയൻ പിടിച്ചു വാങ്ങിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഈ CMR-ന് വേണ്ടിയിട്ട്. ആ പിണറായി വിജയൻ ആ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ മാസപ്പടി വരാൻ തുടങ്ങിയത്. കാരണം CMR-ൽ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധമുള്ള 2 മേഖല, ഒന്ന് ഈ മലിനീകരണ വകുപ്പും മറ്റൊന്ന് IT ആയിരുന്നു. ഇത് രണ്ടും മറ്റു 2 മന്ത്രിമാരുടെ കയ്യിലുണ്ടായത് പിണറായി വിജയൻ പിടിച്ചിങ്ങോട്ട് വാങ്ങിയിരുന്നു. അതിനുശേഷം മാസപ്പടി ഇഷ്ടം പോലെ വരാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പോ എല്ലാ രീതിയിലും പെട്ടെന്ന് അദ്ദേഹത്തിന് അറിയാം, വിജയനറിയാം ഇനി വഴിയില്ല. കാരണം ഇപ്പോ ആകെ പാർട്ടി കൈവിട്ടു. കാരണം അന്ന് ED വന്നപ്പോ ഇറങ്ങിയത് വലിയ അബദ്ധമായി എന്ന് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, വരുന്ന ഓഗസ്റ്റില് നടക്കാനിരിക്കുന്ന മറ്റേ പരിപാടിയില് വിജയനെയും കോവിന്ദനെയും എടുത്ത് പുറത്തേക്കെറിയാനുള്ള പദ്ധതികളും അണിയറയില് സഖാക്കൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന മുഖ്യമന്ത്രി കസേര പോയി. ഇനി പാർട്ടിയിൽ നിന്ന് കൂടി പാർട്ടിയുടെ സംരക്ഷണം കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ അടുത്തത് 1 2 3 4 4 3 2 1 അഴി എണ്ണല. ഒരു സെല്ലില് വിജയൻ, ഇപ്പുറത്ത് കമലെടുത്തി, അപ്പുറത്ത് മകള്, അതിനിപ്പുറത്ത് മകൻ, പിന്നെ എല്ലാത്തിന്റെയും നടുക്ക് മരുമോനും. എണ്ണലോടെണ്ണൽ. 1 2 3 4 4 3 2 1. ആരാണെങ്കിലും കലിപ്പാകൂലേ? ആകോടോ. അതിന് പിണറായി വിജയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ?